വണ്ടിയല്ല, ടാക്സി. പ്രൈവറ്റ് വണ്ടി മുതലാളിയുടെ ഓട്ടത്തിന് മാത്രം പോകും. അത്യാവശ്യം മുതലാളിയുടെ ഭാര്യയോ പിള്ളേരോ അല്ലെ മുതലാളി പറയുന്നത്. എന്നാൽ ടാക്സി അങ്ങനല്ല. സ്റ്റാൻഡിൽ കിടക്കുക, ആര് വിളിച്ചാലും നിങ്ങൾ യോജിക്കത്തില്ലായിരിക്കും, അതെനിക്ക് വിഷയമല്ല. ഏത് സഭക്കാർ വിളിച്ചാലും പോയി സൂക്ഷിക്കും. പക്ഷെ എന്നെ ഏൽപ്പിച്ച കാര്യം പറയും. സ്തോത്രം. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാ നമ്മുടെ പനവേലി നമ്മുടെ സിറ്റി ഓണൊക്കെ ഇരുന്നതാണ്. അതിന് മുന്നേ നിങ്ങൾ 2 സ്ഥലത്താട്ടം കണ്ടാ കൂടുന്നു. അതെനിക്ക് അറിയാം, എന്റെ ഓർമ്മയിലാണ്. ആട്ടെ, ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മറ്റ് മുഖവരകളൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല. വായിച്ച വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ശാന്തമായിട്ട് ചിന്തിക്കാം. ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ഒരിക്കൽ കൂടി കരം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ ചോദിച്ചാൽ ക്രിസ്തുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോർ പ്രിയരെ, നാം എന്തു ഭാഗ്യമുള്ളോർ. നാഥന്റെ കാൽ ചുവടു നാൾതോറും പിന്തുടരാൻ മാതൃകയായി താൻ, നല്ല മാതൃകയായി താൻ. നാഥന്റെ കാൽ ചുവടു നാൾതോറും പിന്തുടരാൻ മാതൃകയായി താൻ, നല്ല മാതൃകയായി താൻ. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോ പ്രിയരെ, നാം എന്തു ഭാഗ്യമുള്ളോ. നാഥന്റെ കാൽ ചുവടു നാൾതോറും പിന്തുടരാൻ മാതൃകയായി താൻ, നല്ല മാതൃകയായി താൻ. നാഥന്റെ കാൽ ചുവടു നാൾതോറും പിന്തുടരാൻ മാതൃകയായി താൻ, നല്ല മാതൃകയായി താൻ. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോ പ്രിയരെ, നാം എന്തു ഭാഗ്യമുള്ളോ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കും. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗമാണ് വായിച്ചത്. ഈ വാക്യം വേറെപ്പെട്ട ദൈവമക്കളിൽ ഒരു 99% ആൾക്കാർക്ക് മനപാഠം. പക്ഷെ ചിലരെ തെറ്റിച്ച ഇത് പറയുന്നത്. മിക്കവരും പറയുന്നത് ആഭിചാര യാക്കോബിന് ഫലിക്കുകയല്ലെന്ന് ആദ്യം പറയുന്നത്. പക്ഷെ അങ്ങനല്ല, പറ്റുകയില്ലെന്നാണ്. നമ്മളെ ചില വേദപുസ്തകം വായിക്കത്തില്ല, ആരെങ്കിലും പറയുന്നത് കേട്ടോണ്ടങ്ങ് ഈ താറാവ് വെള്ളത്തിൽ ചാടുമ്പോല ആദ്യത്തെ താറാവ് ചാടി പുറകെ വരുന്ന താറാവല്ല അങ്ങ് ചാടുക. അപ്പം പുറകെ ചാടി താറാവിനോടേക്ക് അന്യ എന്തിനായ അത് കുഞ്ഞുഞ്ഞി ചാടി വേണ്ടി ഞാനങ്ങ് ചാടിയതാണ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചില വാക്യങ്ങളൊക്കെ ശ്രദ്ധിക്കത്തില്ല, നോക്കത്തില്ല, കേട്ടുകേൾവി അനുസരിച്ച് അങ്ങ് പറഞ്ഞു. എന്തായാലും കൊള്ളാം, ഈ വാക്യങ്ങൾ മിക്കവർക്കും മനപാഠമാണ്. പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഈ വാക്യങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. വിശേഷിച്ച് നമ്മുടെ പെന്തിക്കോസ്തുകാരുടെ ഭാഷയിൽ പറഞ്ഞ അല്പം പോരാട്ടമുള്ള വീടോ സ്ഥലമോ ദേശമോ ഒക്കെ ആണെങ്കിൽ മിക്കവാറും ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക പതിവ്. അന്യാരാധന ഉള്ള ഒരു ഏരിയയിലാണ് പാർക്കുന്നെങ്കിൽ സൂക്ഷം എന്ന് ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കും. കുടുംബത്തിൽപ്പെട്ട ചിലര് രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ടില്ല, മറ്റു നിലകളിൽ ജീവിക്കുന്നവരാണെങ്കിൽ ചിലര് ഈ വാക്യം നന്നായിട്ട് ഉരുവിട്ട്
പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പൊ ഞാന് ഓർപ്പിച്ചത് ഈ വാക്യം ഒട്ടുമിക്ക ആൾക്കാർക്ക് മനഃപാഠമാണ്. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗമാണ്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ സന്ദർഭം, പശ്ചാത്തലം വേദപുസ്തകം വായിക്കുന്ന ധ്യാനിക്കുന്ന എല്ലാവർക്കും തിട്ടമാണ്. ഈ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ വന്നിരിക്കുന്ന പലർക്ക് ഇപ്പോഴും ചിന്താഗതിയുണ്ട്. അവർ ആഭിചാരം ചെയ്തു, അവർ ശുദ്ധം ചെയ്തു, അവർ ചെയ്തത് കൊണ്ടാണ് ഞങ്ങളൊന്ന് ഗതി പിടിക്കാതെ കിടക്കുന്നത്. പിന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പ്രവചന ശുശ്രൂഷയ്ക്കെതിരല്ല. ആ ശുശ്രൂഷ ചെയ്യുന്നയാളും ചെയ്തിട്ടുള്ളയാളും അതിൽ വിശ്വസിക്കുന്നയാളുമാണ്. കാരണം വേദപുസ്തകത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അത് നിന്നു പോകും, പക്ഷെ ഇതുവരെ നിന്നിട്ടില്ല. എന്നാൽ ആ ശുശ്രൂഷ എല്ലാം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നയാളെ. എന്നാൽ ഈ പേരിൽ അനേകര് പലരെയും മുതലെടുക്കാറുണ്ട്. വീടുകളിലേക്ക് വന്ന് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സഭയിൽ വന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോഴുണ്ട് അവർ ചെയ്തിട്ടുണ്ട്, ഇവർ ശുദ്ധന ചെയ്തിട്ടുണ്ട്, അവർ ആഭിചാരം ചെയ്തിട്ടുണ്ട്, അതാണ് നിങ്ങൾ ഈ രക്ഷപ്പെടാതെ ഇരിക്കുന്നത്. പിന്നെ പ്രാർത്ഥിച്ച് പലതും കാണുന്നു കേൾക്കുന്നെന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പൊ ഇത് വിശ്വസിച്ച് ഇടപെടുന്ന ചെറിയ ആൾക്കാരുമുണ്ട്. സ്വന്തം സഹോദരങ്ങൾ കൂടോത്രം ചെയ്തെന്ന് പറഞ്ഞ് സഹോദരങ്ങളെ ഭിന്നിപ്പിച്ച സമയവും വീടുമൊക്കെ എനിക്കറിയാം. സ്വന്തം സഹോദരങ്ങൾ പെറ്റതല്ല കൂടോത്രം ചെയ്തെന്ന് പറഞ്ഞ് അമ്മയെ അന്വേഷിക്കാതെ വീട് വിട്ടുപോയ ആൾക്കാരുണ്ട്. ഇതിലെ ഈ ദൂതിന്റെ വെളിച്ചത്തിലായി പോകുന്നത്. പെറ്റതല്ല പ്രവാചകൻ വന്ന് പറഞ്ഞു, തള്ള നിങ്ങൾക്കെതിരെ, ആ തള്ളക്കാന്ന് എഴുന്നേറ്റ് പോലും നടക്കാൻ വേണം. അപ്പൊ ഇത് മകൻ എത്ര വിശ്വാസമില്ലെങ്കിലും മരുമകളെ സൂക്ഷിച്ച് വിശ്വസിക്കും. കാരണം ഈ പേര് പറഞ്ഞ് തള്ളയെ അന്വേഷിക്കാതെ വീട്ടിൽ നിന്ന് പോകുകയും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. മുഖമൊന്നും കറക്കരുത്. ഞാൻ കൃത്യം 1 മണിയാകുമ്പോൾ നിർത്തും. കാരണം വൈകിട്ട് ഞങ്ങളുടെ വീട്ടിൽ യോഗ ഉള്ളതുകൊണ്ട് എനിക്ക് നേരത്തെ പോവുകയും ചെയ്യും. നിങ്ങൾ സൂര്യ പിടിച്ച് തിരിക്കരുത് 1 മണിയിലോട്ട്. അത് അതിന്റെ പരുവത്തിന് വന്നോളൂ. അപ്പൊ ശ്രദ്ധിക്കുക, യാക്കോബിന് പറ്റത്തില്ല. പക്ഷെ യാക്കോബ് എങ്ങനെ ആയിരിക്കണം? ആ ഭാഗം ഇന്ന് രാത്രി, ഇന്ന് പകല് അല്പസമയങ്ങൾ നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയപരിധിയിൽ നിന്ന് നമുക്ക് ശാന്തമായിട്ട് ധ്യാനിക്കാം. ഇത് സംഖ്യാപുസ്തകത്തിലാണ് ഈ പദം നമ്മൾ വായിച്ചത്. സംഖ്യാപുസ്തകം, ആ പേര് കേൾക്കുമ്പോൾ അറിയാം, കണക്കെടുക്കുന്ന പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം സകലത്തിന്റെ ഉൽപ്പത്തി, പുറപ്പാട് ദൈവജനത്തിന്റെ പുറപ്പാട്, ലേവ്യ പുസ്തകം പുറപ്പെട്ട ജനത്തിന്റെ ആരാധനയുടെ ക്രമങ്ങൾ, സംഖ്യാപുസ്തകം ഇങ്ങനെ ആരാധിച്ചു ദൈവത്തെ സേവിക്കുന്ന ആൾക്കാരെ എണ്ണി തിട്ടപ്പെടുത്തിയ പുസ്തകമാണ് സംഖ്യാപുസ്തകം. എന്നെ നിങ്ങളെ എല്ലാം ദൈവം എണ്ണിയിട്ടുണ്ട്. സ്തോത്രം. എല്ലാവരും ദൈവം എണ്ണി വെച്ചിരിക്കുക. ഇനി ഈ തിരുവചനം തന്നെ പഠിപ്പിക്കുന്ന നമ്മെ മാത്രമല്ല എണ്ണിയിരിക്കുന്നത്, നമ്മുടെ തലമുടി പോലും ദൈവം എണ്ണി വെച്ചിരിക്കുക. ഇത്ര പ്രായം കൊണ്ട് എത്ര മുടി പൊടിഞ്ഞത് നമുക്കറിയത്തില്ല. പക്ഷെ സർവജ്ഞനായ ദൈവം അതെല്ലാം കുറിച്ചു വെച്ചിരിക്കുക. എന്തലകിലേ മൂടികളുമല്ല നിർണയമാവെണ്ണി അറിയുന്നു അമ്മേ എന്തലയിലേ മൂടികളുമല്ല നിർണയമാവെണ്ണി അറിയുന്നു ഒന്നാകിൽ നിലത്തു വീണിടണമെങ്കിൽ ഒന്നാകിൽ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനായില്ലേ സാധ്യമായിടൂ അമ്മേ ഉന്നതനായില്ലേ സാധ്യമായിടൂ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മെ മാത്രമല്ല എണ്ണിയിരിക്കുന്നത്, നമ്മുടെ തലമുടി പോലും ദൈവം എണ്ണി തിട്ടപ്പെടുത്തുന്നത്. ഇവിടെ പലരും പലരെ എണ്ണാനല്ല, എണ്ണത്തുമില്ല. എന്നാൽ ദൈവം ആരെയും മറക്കത്തില്ല. സ്തോത്രം. ഈ സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ 2 സ്ഥലത്ത് വെച്ചാണ് ദൈവം തമ്പുരാൻ ഇവരെ എണ്ണിയെന്നാണ് 26-ാം അധ്യായത്തിന്റെ 63 എന്ന് വായിച്ചു. സംഖ്യ 26-ന്റെ 63 2 സ്ഥലത്ത് വെച്ചാണ് എണ്ണിയത്. എരിഹോവിന് സമീപത്ത് യോർദാനിരിക്കെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ
മോശയ്ക്ക് പുരോഹിതനാകുന്ന എലിയാസനെ എണ്ണിയവർ ഇവർ തന്നെ. ആ എണ്ണിയ കണക്കാണ് മേളിൽ നിന്നത്തെ അധ്യായങ്ങൾ കൊടുത്തിട്ടുണ്ട്. എണ്ണിയവർ ഇവർ തന്നെ. അടുത്തത്, എന്നാൽ മോശയ്ക്കും അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവരെണ്ണിയവരിൽ ഒരുത്തരും ഇവരുടെ കൂട്ടത്തിൽ കണ്ടില്ല. ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, എണ്ണിയ പുള്ളി ഒടുവിലില്ലായിരുന്നു. അവർ രണ്ട് സ്ഥലത്ത് വെച്ച് ഇവരെ എണ്ണി. ഒന്ന് സീനായി മരുഭൂമിയിൽ വെച്ച് ഇവരെ ഒന്ന് എണ്ണി. മോവാബിൽ വന്നപ്പോൾ ഇവരെ യോർദാൻ അക്കരെ മോവാബ് സമഭൂമിയിൽ വെച്ചു എണ്ണി. രണ്ട് സ്ഥലത്ത് വെച്ച് എണ്ണി. അപ്പോൾ ആദ്യം എണ്ണിയവരിൽ ഒറ്റയൊരുത്തനും ഒടുക്കം എണ്ണിയപ്പം കണ്ടില്ല, എണ്ണിയ പുള്ളിയില്ല. ആദ്യം ഇവരെ എണ്ണിയത് ആരൊക്കെയാ? ആദ്യം എണ്ണിയപ്പം നിങ്ങൾ ആരും അവിടെ ഇല്ലെന്നുള്ളത് എനിക്കറിയാം. നിങ്ങള് പ്രയാസപ്പെടരുത്, പക്ഷെ വേറെ ദിവസത്തിൽ എഴുതിയിട്ടുണ്ട്. ആദ്യം എണ്ണിയത് ആരൊക്കെ കൂടിയാ? നിങ്ങൾ എന്തേലും ഒന്ന് പറ, നമുക്ക് പോണ്ടേ. നന്നായിട്ടൊന്ന് ആദ്യം എണ്ണിയതും രണ്ടാമത് എണ്ണിയതും അതാ. ഇവരെ ആദ്യം എണ്ണിയത് മോശയും അഹരോനും കൂടെ ചേർന്നാണ് എണ്ണിയത്. ആ വിഷയം ഇവിടെ താഴെ മേളിലുമായിട്ടാണ് എഴുതിയേക്കുന്നത്. നിങ്ങൾ ഇത് വായിക്കുന്നവരാന്നോ ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് അറിയാൻ ഞാനത് ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഈ മഴ പറഞ്ഞില്ലയോ കൊടി കിട്ടുന്നു, അതുകൊണ്ടൊന്നും അങ്ങനെ ആണെന്ന് ഇനി അങ്ങോട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ ആദ്യം എണ്ണിയത് മോശയും അഹരോനും കൂടെ ചേർന്നാണ് എണ്ണിയത്. ഒടുക്കം എണ്ണിയത് മോശയും എലിയാസറും കൂടാ. പക്ഷെ അത് വിഷയം ഇവിടെ താഴെ മേളിലുമായിട്ടാണ് എഴുതിയേക്കുന്നത്. അതാ തെറ്റിപ്പോയത്. അപ്പൊ ആദ്യം എണ്ണുന്നത് ചെങ്കടലിൽ കിടന്നങ്ങോട്ട് വരുന്ന പ്രാരംഭ സമയത്താണ് എണ്ണുന്നത്. ഒടുവിൽ എണ്ണുന്നത് യോർദാൻ കിടക്കുന്നതിന് മുമ്പ് എണ്ണുക. എന്റെ ഭാഷ പറഞ്ഞ സ്നാനപ്പെട്ടതിന് ശേഷം ഒന്ന് എണ്ണി അങ്ങ് കനാനി പ്രവേശിക്കുന്നതിന് മുന്നേ ഒന്നും കൂടെ എണ്ണി. അപ്പൊ സ്നാനപ്പെട്ടപ്പോൾ എണ്ണിയത് മോശയും അഹരോനും കൂടെ ചേർന്നെണ്ണി. കനാനിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എണ്ണിയപ്പോൾ അഹരോനില്ല, മോശയും എലിയാസറും കൂടെ ചേർന്നെണ്ണി. അതാ ഞാൻ പറഞ്ഞ ആദ്യം എണ്ണിയതിൽ ഒറ്റ ഒരുത്തനും ഒടുക്കം എണ്ണിയപ്പോ ഇല്ല, എണ്ണിയ പുള്ളി ഒടുവിൽ ഇല്ല. നമ്മള് ആത്മാക്കളെ എല്ലാം നേടി വെച്ച് നമുക്കങ്ങ് പോകാൻ ഒത്തില്ലെങ്കിലോ ആ ഗതികേട് വരരുത്. അവിടെ പ്രവർത്തനം, ഇവിടെ പ്രവർത്തനം, പൈമേൽ വർക്കം, മിഷൻ സ്റ്റേഷന്, പരസ്യയോഗം, ഇതൊക്കെ നല്ലതാ. പുതിയ വേല, ഞായറാഴ്ച സഹായം കഴിഞ്ഞാൽ ഉടനെ കമ്പയറുമായിട്ട് ഇപ്പോഴൊക്കെ പണ്ടൊക്കെ അങ്ങനെ പരസ്യം, ഇതൊക്കെ നല്ല കാര്യമാണ്. ഇതെല്ലാം നമ്മൾ ട്രാക്ട് അടിക്കുന്നു, വീടുകളിൽ കൊണ്ട് കൊടുക്കുന്നു, ആശുപത്രിയിൽ കൊടുക്കുന്നത് നല്ല കാര്യമാണ്. ഇതെല്ലാം ചെയ്ത് വെച്ച് നമുക്കൊന്ന് പോകാനെത്തില്ലെങ്കിലോ. കാനോച്ചൻ പറഞ്ഞൊരു കാര്യം ഞാൻ കടമെടുത്ത് പറയാം. അച്ഛൻ പണ്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നീ എല്ലാവരും ഒന്നും നേടിയില്ലെങ്കിലും നീ നിന്നെ നേടിക്കോ. എല്ലാവരും ഒന്നും നേടാനെത്തില്ലെങ്കിലും നിന്നെ നേടിക്കോ. സ്തോത്രം. പഴയ പാട്ടുകളാണ് ഇഷ്ടം, പുതിയ പാട്ടുകൾ ഒന്നും അറിയത്തുമില്ല. അറിയാത്തതിന്റെ കാര്യം താല്പര്യമില്ലാത്തതുകൊണ്ടായി പഠിക്കാത്ത. എന്നാൽ പുതിയ പാട്ട് എല്ലാം മോശമല്ല, ചില പാട്ടുകൾ നല്ലതുമാണ്. എങ്കിലും കൂടുതലും പഴയ പാട്ടുകളാ പാടുന്നത്. അത് പാടുമ്പോൾ ഒരു ചൈതന്യം എനിക്കുണ്ടാകാറുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓരോരുത്തർക്കും ചിലർ അങ്ങനെയും ചിലർ ഇങ്ങനെയും നാമല്ല പുസ്തകത്തിൽ വായിക്കും. അപ്പൊ അതുകൊണ്ട് പഴയ പാട്ടുകൾ കുറച്ചുകൂടെ അർത്ഥസമ്പുഷ്ടവുമാണ്. പാടുമ്പോൾ ഒരു പ്രത്യേക ആത്മീയ അന്തരീക്ഷം വരാറുണ്ട്. അപ്പൊ CS മാത്യു പാടിയ ഒരു പാട്ടിന്റെ വരിക, നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി തീർന്നിടല്ലേ വീടോടടുത്തു. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി തീർന്നിടല്ലേ വീടോടടുത്തു.
നിത്യ വീട്ടിലെത്താൻ ഇനി അല്പദൂരം മാത്രമേയുള്ളൂ. നിത്യ വീട്ടിലെത്താൻ ഇനി അല്പദൂരം മാത്രമേയുള്ളൂ. ആ സമയം പാഴാക്കാതെ ഒരുങ്ങിടുക. ആ സമയം പാഴാക്കാതെ ഒരുങ്ങിടുക. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ലെന്നരുളിയ കരുണാനിധി. എക്കാര്യം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമൻ ഉരച്ചവൻ ഓരോ നാളും മറക്കുകയില്ല. എക്കാര്യം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമൻ ഉരച്ചവൻ ഓരോ നാളും മറക്കുകയില്ല. ഒരല്പസമയം കൂടെ ഉള്ളു, അത് നഷ്ടപ്പെടുത്തി കളയരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എല്ലാവരെയും നേടി നല്ല കാര്യം നമ്മൾ അങ്ങ് ചെല്ലണം. അതെ, രണ്ട് സ്ഥലത്ത് വെച്ച് വരെ ദൈവം എണ്ണി. അപ്പോൾ ആദ്യം എണ്ണിയവരിൽ ഒറ്റ ഒരുത്തിന് ഒടുക്കം എണ്ണിയപ്പോൾ കണ്ടില്ല. അതാണ് സംഖ്യാപുസ്തകം എണ്ണം എടുക്കുന്ന പുസ്തകം. ഇവരെ മിസ്രയീമിന് പുറപ്പെട്ട് യാത്ര ചെയ്ത് ഏതാണ്ട് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയം അടിച്ച് ഇവർ യാത്ര ചെയ്ത് ഇങ്ങനെ വരിക. ഈ ഭാഗമാണ് സംഖ്യാപുസ്തകത്തിൽ കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ യാത്ര ചെയ്ത് മിസ്രയീമിലെ റമസേസിൽ ഇറങ്ങി സുക്കോത്ത് കയറി, പിന്നെ ഈദാര് ചെങ്കടല് അക്കരെ കയറി ഷൂറിൽ വന്നു, മാറയിൽ വന്നു, യനീമിൽ വന്നു, സീനിൽ വന്നു, റബ്ത് ഷേക്കിൽ വന്നു, ആലൂഷിൽ വന്നു, ലബീരീമിൽ വന്നു. ഇങ്ങനെ യാത്ര ചെയ്ത് വരിക. ഇങ്ങനെ ഇവർ യാത്ര ചെയ്ത് വന്ന് താവളങ്ങൾ അടിച്ച് ഇവിടെ മോവാബ് സമഭൂമിയിൽ വന്ന് ഇസ്രായേൽ മക്കൾ പാളയം അടിച്ചു. മോവാബ് സമഭൂമി. അപ്പോൾ ഇസ്രായേൽ മക്കൾ മോവാബ് സമഭൂമിയിൽ വന്ന് പാളയം അടിച്ചപ്പോൾ ആ നാട്ടിലെ രാജാവാകുന്ന ബാലാക്ക് ഇവരുടെ താവളവും പാളയവും അല്ലെ പാർപ്പും പോക്കും വരവും കണ്ട് ഭയപ്പെട്ടു. അവരെല്ലാവരും പേടിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. വായിച്ച് 22-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് യെരിഹോവിന് സമീപത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ അടുത്തത് ഇസ്രായേൽ മക്കൾ അമോര്യരോട് ചെയ്തതൊക്കെയും സിഫോനിന്റെ മകനായ ബാരാക്ക് അറിഞ്ഞു. ജനം വളരെ ആയിരുന്നത് കൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. മോവാബ് രാജാവും മിദ്യാന്യ മൂപ്പന്മാരുടെ കാളവയലിലെ പുലി നക്കിക്കളയുന്നത് പോലെ ജാതി ഈ ജനം നമ്മളെ നക്കിക്കളയുമെന്ന് പറഞ്ഞ് ഭയപ്പെട്ടു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ മോവാബ് സമൂഹങ്ങളിൽ വന്ന് പാളയം അടിച്ച് പരന്ന് കിടക്കുക. ആ നാട്ടിലെ നാട്ടുരാജാവാകുന്ന ബാരാക്ക് പേടിച്ച് ഭയപ്പെട്ടു. ഭയപ്പെടാൻ കാര്യം ഇവര് അമോര്യരോട് ചെയ്തതെല്ലാം ഇവരറിഞ്ഞു. പണ്ടൊക്കെ എല്ലാ കാര്യവും അറിയത്തില്ലെങ്കിലും ചില കാര്യങ്ങൾ കേട്ടറിവും പഴയ ആൾക്കാർ പറഞ്ഞു. പണ്ട് പെന്തിക്കോസുകാരിൽ ഒരു ബഹുമാനവും ഭയവും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പെന്തിക്കോസുകാരൻ ആ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുക, അല്ലെങ്കിൽ കട സാധനം മേടിക്കാൻ വന്നാൽ മറ്റൊരാള് പെട്ടെന്നൊരു അനാവശ്യം പറയത്തില്ല. അവർ പറയട്ടെ പാചകനുണ്ടെങ്കിൽ പറയും. ഇപ്പോഴോ ഇപ്പം പാപച്ചാൻ അനാവശ്യം ആദ്യം പറയാൻ, മറ്റവര് പിന്നെയും പറയും പാപച്ച അങ്ങനെ പറയാം, നിങ്ങൾ പെന്തിക്കോസിലല്ലേ. നമുക്കിപ്പോ ഒരു ഗുണദോഷം തരിക. നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണോ അതോ മനസ്സിലാകണം? പണ്ട് നമ്മൾ നിന്നാൽ അവര് അനാവശ്യമൊന്നും പറയത്തില്ല. സ്ഥലവും സമയവും ഒന്നും ഞാൻ പേര് ഒന്നും പറയുന്നില്ല. പണ്ടൊരു കോടതി കേസ് വന്നു. നമ്മുടെ ഒരു ഉപദേശിയ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിന് വക്കീലൊന്നുമില്ല, വാദിക്കാൻ പൈസയൊന്നുമില്ല, ഒരു പരമാർത്ഥിയ. അപ്പോൾ എതിർകക്ഷികൾക്ക് വക്കീലായി വാദിച്ച കാര്യങ്ങളെല്ലാം. അപ്പൊ ഈ ന്യായാധിപന് മനസ്സിലായി ഇദ്ദേഹം നിരപരാധിയാണ്. എങ്കിലും ഒടുവിൽ ചോദിച്ചു, പ്രതിക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ കോടതിയിൽ? അപ്പോൾ ആ ഭക്തനായ മനുഷ്യൻ ആ കോടതി ബഹുമാനിച്ചു പറഞ്ഞു, പഴയ ആളാ. അദ്ദേഹം പറഞ്ഞു, ന്യായാധിപനെ നോക്കിയിട്ട് പറഞ്ഞു, ഏമാനെ ഞാനൊരു പെന്തിക്കോസുകാരനാ, കള്ളം പറയുകയായിരുന്നു പറഞ്ഞു. ഒറ്റ വാക്കേ പറഞ്ഞു.
ആ ന്യായാധിപൻ മൗനം ദീക്ഷിച്ചിരുന്ന് കുറച്ച് കാര്യത്തോടെ ചിന്തിച്ചു അദ്ദേഹം കൽപ്പന കിട്ടും. അദ്ദേഹം നിരപരാധിയെ വിട്ടേക്കാൻ പറഞ്ഞു. വാക്യം പറഞ്ഞു, ഞാനൊരു പെന്തിക്കോസുകാരനാ, ഞാൻ കള്ളം പറയുകയല്ല. ഇന്നെങ്ങാനും നമ്മൾ ഇന്ന് കോടതിക്കകത്ത് അങ്ങനെ പറഞ്ഞാൽ ഞാനൊരു പെന്തിക്കോസുകാരൻ, നിന്നെ കാണാനിരിക്കുകയായിരുന്നു, നീ നാളെ ആ ബ്ലേഡ് വിഷയത്തിൽ അതിന് തർക്കം, അനിയന്റെ വസ്തു കൊടുക്കാതെ നീ വേല് കിട്ടി തിരിച്ച് ഇതിനെ പറ്റി ഇവിടെ കംപ്ലൈന്റ് പറഞ്ഞത് നിങ്ങൾ എന്തേലും പറ. നീ ചേട്ടനും അനിയനുമായിട്ട് വഴക്കുണ്ടാക്കി അവന്റെ വസ്തു കൊടുക്കാതെ പിടിച്ചു വെച്ച അവസാനം കോടതി കേസുമായി അടി ഉണ്ടാക്കി നീ വേറെ സഭയിലും പോയി. നിന്നെ പറ്റി ഇവിടെ പാളയത്തല്ലേ നമ്മൾ അധികം പറയാതിരിക്കുന്നതായിരിക്കും. അതാ കുറച്ചുകൂടെ നല്ലതെന്നാ എന്റെ അഭിപ്രായം. സ്തോത്രം, സ്തോത്രം. മോവാബ് രാജാവ് വളരെ ഭയപ്പെട്ടു. കാരണം ഇസ്രായേൽ മക്കളെ പറ്റിയുള്ള ഭയം ഇവർക്കുണ്ടായി. ഒരു കാര്യം പെന്തിക്കോസുകാരോട് പറയാം, പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരെ അന്നിരുന്നും ഭയമാണ്. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, വേർപാടും വിശുദ്ധിയും നീതിയും വിശ്വസ്തയോടെ ജീവിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുന്ന ഭക്തന്മാരെ അന്നും ഭയമായി, ഇന്നും ഭയമാണ്. ഞാൻ പറയുന്ന ഭാഷ അല്പം കടുപ്പമായിരിക്കും. അല്ലാത്തവരെ കാജിന് വില വെക്കുകയല്ല. ഓട്ടോക്കാരന് നിന്നെ ഇടിപ്പിക്കാൻ നോക്കും. നീ അവിടെ ബസ് കയറാൻ നിൽക്കും, അവൻ പെട്ടെന്ന് വെട്ടിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇടിപ്പിക്കാനല്ല, എന്നാലും നിന്നെ അത്രയ്ക്ക് ബഹുമാനമാണ്. സ്തോത്രം, ദൈവത്തിന് മഹത്വം. എന്നാൽ വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, നീതിയോടെ, പരമാർത്ഥതയോടെ വേദപുസ്തകത്തിന്റെ പ്രമാണപ്രകാരം അവൻ മോൻ എന്താ മോനെ പറഞ്ഞ് ഇടിപ്പിച്ചെന്നാണോ പറഞ്ഞത്? ഏതാണ്ട് പറഞ്ഞു നിങ്ങൾ തമ്മിൽ എന്താ പറഞ്ഞത്? പ്രസംഗം എറിക്കുന്നില്ലെന്നാണോ? ആര് പറഞ്ഞു? ഞാനിതിന് ശരിയാകുന്നില്ലെന്നായിരിക്കും. ദൈവത്തിന് മഹത്വം. ഇവിടെ പേരും പ്രശസ്തി, സ്ഥാനവും മാനവും സ്വത്തും ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും നല്ല സാക്ഷ്യത്തോടെ നിന്നോ. യോബിന്റെ പുസ്തകം വായിക്കുന്ന പട്ടണത്തിന്റെ മൂപ്പന്മാർ യോബിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമെന്നാണ്. ബഹുമാനമാണ്. സ്തോത്രം, ബഹുമാനമാണ്. സ്തോത്രം. ഞാനത് പൊതുവിൽ പറയുന്നത് മോശമാണ്, എന്നാലും അങ്ങ് പറയുക. പണ്ട് കുമ്പനാട് നമ്മുടെ ബംഗ്ലാവിൽ ഒരു കേസ് നിൽക്കുന്ന സമയമാണ്. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. സാറപ്പച്ചനുള്ള കാലത്താണ്. അപ്പൊ അദ്ദേഹത്തിന് എതിരായിട്ട് നമ്മുടെ സഭയിൽപ്പെട്ട ആൾക്കാർ തന്നെ അന്ന് എതിരായി. പേരൊന്നും ഇപ്പൊ പറയുന്നില്ല. പഴയ ആൾക്കാർക്ക് ഞാൻ പറയുന്ന കാര്യം കുറച്ചുകൂടെ ബോധ്യപ്പെടും. വെറുതെ ഇനി എന്നെ കൊണ്ട് പേരൊന്നും പറയിപ്പിക്കണം. അപ്പൊ എതിര് നിൽക്കുന്ന ആൾക്കാരും കുറഞ്ഞ പുള്ളിക്കാരില്ല, പ്രഗത്ഭന്മാരാണ്. അന്ന് സാറപ്പച്ചന്റെ കൂടെ ആത്മാർത്ഥമായി നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, അതിലൊരാളാണ് പാസ്റ്റർ CK ഡാനിയൽ അവർ. പിന്നെ സന്തത സെക്രട്ടറി ആയിരുന്നല്ലോ മല്ലപ്പള്ളി പൊടുക്കുഞ്ഞപ്പച്ചൻ. അതൊക്കെ ഉണ്ണുണ്ണി സാറിന്റെ കൂടെ കുഞ്ഞാപ്പിച്ചായി, ചെറിയ ചായ. എന്നാൽ എതിർ വിഭാഗം ചിലരുണ്ടായിരുന്നു. അവരുടെ പേരൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അപ്പൊ കുമ്പനാട് ബംഗ്ലാവിൽ വെച്ച് കോടതി കുമ്പനാട്ടാക്കി എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റ് വരുന്ന കോടതിയാണല്ലോ. അദ്ദേഹം നേരത്തെ വന്നു. അപ്പം ഉണ്ണുണ്ണി സാർ അവർ സാറപ്പച്ചൻ അകത്തിരിക്കുക. കോടതി കൂടി, മജിസ്ട്രേറ്റ് ഉണ്ട്, ചുമതലപ്പെട്ടവരെല്ലാവരും ഉണ്ട്. എതിർഭാഗം കക്ഷികൾ നേരത്തെ ഹാജരായി. അപ്പോൾ അകത്തോട്ട് ആള് പോയി, സാറദ്ദേഹം വരണമെന്ന് പറഞ്ഞു. ഞാനിത് കണ്ടില്ല. അന്നുണ്ടായിരുന്ന ആൾ എന്നോട് വളരെ തിട്ടമായിട്ട് പറഞ്ഞതാണ്. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അടുത്ത കാലത്ത് 102 വയസ്സുണ്ടായിരുന്നു, മരിച്ചുപോയി. എന്നോട് പറയുക, കെ എബ്രഹാം അവർ അകത്തെ റൂമിൽ നിന്ന് തന്നെ ഡ്രസ്സുമൊക്കെ ഇട്ട് വടിയൊക്കെ പിടിച്ച്
ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ മജിസ്ട്രേറ്റ് തന്നെ എഴുന്നേറ്റു. ഇത് നിർമ്മിത കഥയല്ല. സാറപ്പച്ചനകത്ത് ഇങ്ങോട്ട് വടിയായിട്ട് അന്ന് ക്ഷീണിതനാണ്. ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ മജിസ്ട്രേറ്റ് വരെ എഴുന്നേറ്റു. സ്തോത്രം. നമ്മുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ. നമ്മളെ വഴിയെ പോകുന്ന പട്ടിക്ക് പോലും പട്ടി നിന്നെ കാണുമ്പം ആയത്തിലാ പഠിക്കുന്നത്. ഞാൻ പരമാർത്ഥമൊന്നും പറയില്ല. സ്തോത്രം. ഇവിടെ വലിയ സ്ഥാനവും മാനവും ഒന്നും ലഭിച്ചില്ലെങ്കിലും ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട്. ചില പ്രയോഗമുണ്ട് ആണ്. അപ്പൊ ഇസ്രായേൽ മക്കളെ പറ്റിയുള്ള ഭയം മോവാബിൽക്കുണ്ടായി. മോവാബ് ഭയപ്പെട്ടു. നമുക്ക് ഭയമാണ്. അപ്പൊ മിഥ്യാഞ്ചി മൂപ്പന്മാരുമായിട്ട് ഇവര് കൂടി ആലോചിച്ചു, ഇവരെ നമുക്ക് ഒതുക്കണമല്ലോ. ഇവര് കാളവയലിലെ പുല്ല് നക്കി കളയുന്നത് പോലെ എല്ലാവിധ ആവശ്യങ്ങളും നല്ലതു ചെയ്യുന്നതായുന്ന എല്ലാവിധ ആവശ്യങ്ങളും നല്ലതു ചെയ്തു തരുന്ന എല്ലാം മുട്ടും തീർത്ത നല്ല കർത്താവിന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ എല്ലാം മുട്ടും തീർത്ത നല്ല കർത്താവിന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. മൂപ്പന്മാരുമായിട്ട് ബാലാക്ക് കൂടി ആലോചിച്ചു, ഈ ജനത്തെ നമുക്ക് ഒതുക്കണം, ഇവരെ നശിപ്പിക്കണം. എന്തായാലും മാനകം. അപ്പം മുദ്യാനി മൂപ്പന്മാര് പറഞ്ഞു, നമ്മൾ യുദ്ധം ചെയ്താലൊന്നും അവരെ ജയിക്കാനൊക്കത്തില്ല. അവരുടെ മാനുഷികമായ രീതിയിൽ പോയാൽ ജയിക്കാനൊക്കത്തില്ല. കായബലത്തിലൊന്നും നേടാനൊക്കത്തില്ല. കരുതന്മാരാ. അപ്പൊ ചോദിച്ചു എങ്ങനെ ഒന്ന് ഒതുക്കുന്നത്? അപ്പൊ പല അഭിപ്രായം വന്ന് ഒടുവിൽ ഏകകണ്ഠമായ അഭിപ്രായത്തിലെത്തി, ഇവരെ ഒതുക്കാൻ ഒറ്റ മാർഗമുള്ളൂ. ഇവിടെ അടുത്തൊരു പ്രവാചകനുണ്ട്, പുള്ളിയെ നമുക്ക് കൊണ്ടുവരണം. അപ്പൊ ചോദിച്ചാൽ പുള്ളിയെ കൊണ്ടുവരണം. പുള്ളിയെ കൊണ്ടുവന്ന പുള്ളി പ്രാവി കൊല്ലുമെന്ന് പറഞ്ഞു. ഇവനെയല്ല, പുള്ളി ശപിച്ച ശാപമാണ്. അങ്ങനെ അനുഗ്രഹത്തിന്റെ വയസ്സൊന്നും പുള്ളി അധികം പറയല്ല, മുഴുവൻ പിരാക്കും അലപ്പുക. അപ്പൊ അതുകൊണ്ട് ആ പ്രവാചകൻ ബിലയാമിനെ നമുക്ക് കൊണ്ടുവന്ന് ഇവരെ എല്ലാം ശപിച്ച് ഒതുക്കണം. അപ്പൊ എല്ലാവരും തീരുമാനിച്ചു അങ്ങനെ ആട്ടെ. അങ്ങനെ ബിലയാമിന് ആള് വിട്ടു. നിങ്ങൾക്ക് ഭാഗം അറിയാവുന്ന അധികം വിവരിക്കണ്ടല്ലോ. ബിലയാമിനെ ആള് വിട്ട് ഒരു ജാതി, ഒരു വംശം, ഒരു ജനതതി വന്ന് മോവാബിൽ പടർന്ന് കിടക്കുക. നീ വന്നവരെ പ്രയാതി കൊല്ലണം. ആരാധന രണ്ടുപേരെ വിട്ടു. അപ്പൊ ഈ ഭൃത്യന്മാര് വന്ന് ബിലയാമിനെ ക്ഷണിച്ചപ്പോൾ ബിലയാം പറഞ്ഞു, ഞാന് ശുശ്രൂഷയ്ക്ക് വിളിച്ച ഉടനെ പോകത്തില്ല, പ്രാർത്ഥിച്ച് നോക്കിയിട്ട് നിങ്ങളെ ഇവിടെ വിശ്രമിക്കുക, ഞാൻ വൈകിട്ടൊന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ബിലയാം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു പോകണ്ട. ബിലയാം രാവിലെ വന്ന് അവരോട് പറഞ്ഞു, നടത്തിപ്പില്ല, നിങ്ങൾ അങ്ങ് പോകുമോ, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അവര് തിരിച്ചു വന്ന് ബാലാക്കിനോട് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലില്ല, പുള്ളി പ്രാർത്ഥിക്കുന്നവനാ. ഞങ്ങൾ ചെന്ന് ഡേറ്റ് പറഞ്ഞു, പുള്ളി പറഞ്ഞ് പ്രാർത്ഥിച്ച് നോക്കട്ടെ. പുള്ളി പ്രാർത്ഥിച്ച് നോക്കിയപ്പം പുള്ളിയോട് ദൈവം പറഞ്ഞ് പോകണ്ടാന്ന്. അതുകൊണ്ട് പുള്ളി വരുന്നില്ല. അപ്പൊ ഈ ബാലാക്കിന് കുറച്ച് ബുദ്ധിയുള്ളവനാണ്. ബാലാക്ക് ഉടനെ ഇവരിൽ മാന്യന്മാരെ ചെറിയ അയച്ചു, കുറച്ച് സമ്മാനം കൂടെ കൊടുത്തു. കുറച്ചുകൂടെ നമ്മുടെ ഭാഷ പറഞ്ഞ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഉള്ളവരെ അയച്ചു. സമ്മാനമെല്ലാം കൊടുത്തു. സമ്മാനം കണ്ണു കുരുടാക്കുമെന്നുണ്ടല്ലോ. ഇവര് കഴുതപ്പുറത്തുമായിട്ട് സമ്മാനമൊക്കെ ആയിട്ട് വീണ്ടും വന്ന് ബിലിയാമിനെ വിളിച്ചു. ബിലിയാം ഇവരെയും കണ്ട്, കഴുതയെ കണ്ടു, സമ്മാനമെല്ലാം കണ്ട് അതിന്റെ കണക്കിനുണ്ട്. അപ്പൊ ബിലിയാമിന്റെ ഒരു ചെറിയ ഒരു താല്പര്യമൊക്കെ വന്നു. പുള്ളി പറഞ്ഞ്, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും, അതിന് ഒന്നുകൂടെ പ്രാർത്ഥിച്ചു നോക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പെന്തിക്കോസുകാരുമുണ്ട്. തലേന്ന് ഒരു പ്രവാചകൻ വന്ന് പുള്ളിയായിട്ട് പ്രാർത്ഥിച്ചു. പുള്ളി പറഞ്ഞു, വീട് ഇപ്പൊ പണിയുന്നതായിട്ട് കാണുന്നില്ല. പിറ്റേന്നൊരു പ്രവാചകൻ വന്നു, പുള്ളിയോട് ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. അങ്ങനെ പുള്ളി പറഞ്ഞു, വീട് ഇപ്പൊ തന്നെ പണിയുന്നതായിട്ട്.
അതേന്ന് വന്ന പുള്ളി പറഞ്ഞ് പണിയുന്നതായിട്ട് കാണുന്നില്ല. പിറ്റേന്ന് വന്ന പുള്ളി പറഞ്ഞു ഉടനെ പണി. മൂന്നാം ദിവസം വന്ന പുള്ളിയോട് പറഞ്ഞു ഒന്നുകൂടെ പ്രാർത്ഥിച്ച് നോക്കാം. പുള്ളി പറഞ്ഞു നിങ്ങൾ വീട് പണിയുന്നതായിട്ട് നിങ്ങൾ അന്ന് എന്നാ ചെയ്യും പറ, എന്നാ ചെയ്യാനോ കുഴഞ്ഞൊത്ത അല്ല അവസാനം പണി ആരെയും നമ്മുടെ ചുസൂടിക്ക് വിളിക്കണം, നമ്മുടെ പാസ്റ്റർ മാത്രം അങ്ങ് ഇവിടെ വിനയം തന്നെ പറഞ്ഞു നിങ്ങൾ മെയിൻ ചെയ്യും ഒന്നുകൂടെ പ്രാർത്ഥിക്കട്ടെ. പുള്ളി ഒന്നുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ബിലിയാം അവിടെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഭാഗം പഠിക്കുമ്പോഴേ ബിലിയാം പറയാം, ബാലാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും ഞാൻ ദൈവത്തിന്റെ കൽപ്പന വിട്ട് ഏറെ പുറകെ ഒന്നും. ആ വാക്യം ഒന്ന് വായിച്ചേ. ബിലിയാം ബാലാക്കിന്റെ ഭൃത്യന്മാരോട് ആ ബാലാക്ക് തന്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും എങ്ങനെയുണ്ട്? ബാലാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും എനിക്ക് ദൈവത്തിന്റെ കൽപ്പന വിട്ട്. ഈ ആ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കും ഈ ബിലിയാമിന് വെള്ളിയോടും പൊന്നിനോടും ഒന്നും വലിയ താല്പര്യമുള്ള ആളല്ലെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഞാൻ അതിന് ഉദാഹരണമായിട്ട് പറയാറുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മളെ ഹോസ്പിറ്റലിൽ ഇപ്പൊ എല്ലാവരും ചികിത്സ ചെയ്യുന്നവരായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധനയൊക്കെ നടത്തുമ്പോൾ ചില രോഗങ്ങൾ അറിയത്തില്ല എന്തുമാണ്, അതിനെ സ്കാൻ ചെയ്യുന്നു. ഡോക്ടർ പറയുന്നത് സ്കാൻ ചെയ്തിട്ട് അപ്പൊ സ്കാനിങ് മെഷീനിൽ തെളിയിച്ചത്. പിന്നെ ഇപ്പം ഈ ആതുര ശുശ്രൂഷ ഒക്കെ ബിസിനസ് ആയതുകൊണ്ട് ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞാൽ ഞാനങ്ങ് പറയുക, നമുക്ക് ചില പൈസ ചെലവാകും, എന്നാൽ ഒരു 3 സ്ഥലത്തെങ്കിലും സ്കാൻ ചെയ്യുന്നതാ നല്ലതെന്ന എൻ്റെ അഭിപ്രായം. ഈ ഡോക്ടർമാർ തന്നെ പറയും, നമ്മൾ ചോദിക്കും ഡോക്ടർ എവിടെ സ്കാൻ ചെയ്യുന്നത്, അതായത് ഇവിടെ നമ്മളുടെ വെളിയോടല്ല വേണ്ട വലത്ത് വശത്ത് 3ാമത്, ഇവർ തമ്മിൽ ധാരണയുള്ളതുകൊണ്ടാണ്. നമ്മൾ പിന്നെ ഡോക്ടറുമായിട്ട് റോഡൊക്കെ ഉണ്ടാക്കാതിരിക്കാൻ അവിടെ ചെയ്തേച്ച് ആരുടെ 10 രൂപ കടം മേടിച്ച് അതിലും വേറെ 2 സ്ഥലത്തൂടെ 3 റിപ്പോർട്ട് ഒന്നും ഒരേ ലെവലിലാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് അതായിരിക്കും ബുദ്ധി. അതായത് ഒരു ഡോക്ടർ പറയുന്നത് കേട്ടുകൊണ്ട് തന്നെ സ്കാൻ ചെയ്ത ഒരു അസുഖവും ഇല്ലാത്ത നിന്നെ കീറും, അകത്തിരിക്കുന്നൊക്കെ അവരെടുത്തോണ്ട് പോകും. മനസ്സിലായോ? അതായത് ഇതിൽ പറഞ്ഞത് ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ പിന്നെ കുഞ്ഞമ്മാമയ്ക്ക് തീരെ വയ്യ, ഏതാണ്ട് എല്ലാം എടുത്തോണ്ട് അവർ വേറെ സ്ഥലത്തോട്ട് അയച്ചു. പുള്ളിക്കാരിക്ക് ഇപ്പം ഭക്ഷണത്തിനോടും വലിയ ഇത് ബിസിനസ്. അതുകൊണ്ടാണ് ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ലേ. നിങ്ങൾ ഇപ്പോഴത്തെ ഹോസ്പിറ്റലിൽ തന്നെ പനിയാട്ടി തന്നെ എത്ര ടെസ്റ്റാണ്? ഒരു ചെറിയ ടാബ്ലറ്റ് തീരാനുള്ളത് ഉള്ളൂ എന്ന് പറഞ്ഞ് പനിക്കുള്ളത് കൊടുക്കുന്നത് എന്നാ പറഞ്ഞത്, പാരാസെറ്റമോൾ. അത് തീരാനുള്ളതേ ഉള്ളൂ. ഇതിന്റെ പുറത്ത് തിരിഞ്ഞിരുന്ന് ചോദിച്ചു, നാക്ക് നിർത്തിക്കും, നാക്ക് നിർത്തി ശ്വാസം വലിച്ചുവിട്ട് ഒരൊറ്റ പാരസെറ്റമോൾ തീരേണ്ടതാ, അതിനായി വലിച്ചുവിടിയില്ലേ, വലിച്ചുവിട്ട് കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഈ ഹുങ്കുള്ള എന്താ പറയുന്നത്, ഗവൺമെന്റ് പറയുന്ന ആൾക്കാർ ഉണ്ട്, ഡ്രൈവർ ഉണ്ട്. അപ്പം ഡോക്ടർ മനസ്സിലായി ചില പിടിപ്പുള്ള ഭക്ഷണയാ. പിന്നെ ഡോക്ടർ ചോദിക്കും എവിടാ വീട്? എന്റെ വീട് കൊട്ടാരക്കര എവിടാ? അപ്പൊ നമുക്കൊരു താല്പര്യം, എനിക്ക് വന്നാലും മര്യാദയുള്ള ഡോക്ടറാണല്ലോ. മക്കളൊക്കെ ഉണ്ട്, 4 പേര്. എവിടാ? മൂത്തവൻ കാനഡ. അപ്പൊ ഡോക്ടർ മനസ്സിലായി ബിൽഡിംഗ് പണിക്ക് തള്ളേനെ അവര് അപ്പുറം വേറെ ഭാഗം പണിതുകൊണ്ടിരിക്കുക. മറ്റു പിള്ളേരൊക്കെ ഒരുത്തന്നെ കാലിഫോർണിയയിൽ. മനസ്സിലായി? കൊച്ചമ്മ ജമ്മ പറയുന്നതാണ്. ഞാൻ ചെറിയ കൊച്ചമ്മയല്ല, ബാളകത്തെ എന്നാലും അവന് മനസ്സിലായി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെല്ലാം എഴുതുക. നമ്മൾ ഈ ആധാരം എഴുതുമ്പോൾ നമ്മുടെ മുഖത്തോട് നോക്കി എഴുതുക. 18 കൂട്ടം കൊള്ളുക. ഒറ്റ പാരാസെറ്റമോൾ തീരണ്ട.
അങ്ങോട്ട് കയറി കിടന്നോളാൻ പറയും. അപ്പം അതെല്ലാം കൂടെ സെറിഞ്ഞ് കൊണ്ടുവന്ന് വെച്ച് കുത്തിവെച്ച് മുഴുവൻ ബ്ലഡ് എടുക്കുക. ചെറിയ ചെറിയതിനകത്ത് കൊണ്ടെല്ലാം നിറച്ച് കൊണ്ടുപോകാൻ മുഴുവൻ പരിശോധന. ഇതെല്ലാം ബിസിനസ്സാണ്. ഞാന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ ഓർപ്പിക്കാത്ത ചതിക്കപ്പെടരുത്, അതിനായി പറയുന്നത്. ഇപ്പൊ നിങ്ങൾ പരസ്യമൊക്കെ കണ്ടിട്ടില്ലേ? നിങ്ങൾ പരസ്യം ശ്രദ്ധിച്ചേ. സൗജന്യമായിട്ട് കണ്ണു പരിശോധന, സൗജന്യമായ കണ്ണാടി കടക്കാരുമായിട്ട് ഒരു ധാരണ. സൗജന്യമായ നമുക്ക് ഈ സൗജന്യം വാങ്ങി കേൾക്കുമ്പോൾ ഇടിച്ചു കയറും ആൾക്കാർ. മറ്റടുത്ത് പോയാൽ 50 രൂപ കൊടുക്കണ്ടേ? ഇവിടെ ആകുമ്പോൾ 50 രൂപ കൊടുക്കാതിരിക്കാൻ 300 രൂപയുടെ ഡീസൽ അടിച്ചാ പോകുന്നത്. എന്നാലും 50 രൂപ കൊടുക്കണ്ടല്ലോ. വാഹനം ഓടിക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിച്ച ടോളിന്റെ അവിടെ ചെന്നാൽ 70 രൂപ കൊടുക്കണം. അതിന് വേറെ വഴി കൂടെ അതിലെ പോയപ്പോ 600 രൂപ ഡീസൽ. ഇത് 70 കൊടുത്തിരുന്ന പെട്ടെന്ന് അതില് മനുഷ്യന്റെ പ്രകൃതിയാണ്. അപ്പൊ സൗജന്യ കണ്ണ് ചികിത്സ നേത്ര സംബന്ധിച്ച് അപ്പൊ അവിടെ നോക്കി എല്ലാം വെച്ച് നോക്കി എല്ലാം നോക്കിയോ. പിന്നെ അവർ പറയുന്നത് ഇടത്തെ കിടന്ന് ചെറിയ ഭാര്യയും ഭർത്താവും കൂടെ പോയത്. ഭർത്താവിന് കുഴപ്പം ഇല്ല, അപ്പൊ എനിക്ക് കുഴപ്പമില്ല, 50 രൂപ ലാഭം.